നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നുകൊണ്ട് ആലപ്പുഴ ജില്ലയിലെ CPM നേതൃത്വത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളുമായിട്ട് മുൻ മന്ത്രിയും മുതിർന്ന നേതാവുമായിട്ടുള്ള ജി സുധാകരൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ജില്ലയിൽ പാർട്ടിയുടെ പരമ്പരാഗതമായ ആശയ അടിത്തറ പൂർണ്ണമായിട്ട് തകർന്നടിഞ്ഞെന്നും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നത് കേവലം ഒരു പേര് മാത്രമായി ചുരുങ്ങിപ്പോയെന്നുമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ആരോപണം. സജി ചെറിയാൻ, H. സലാം തുടങ്ങിയ നേതാക്കളെ പരസ്യമായി പരാമർശിച്ചുകൊണ്ട് പാർട്ടിയിൽ പൊളിറ്റിക്കൽ ക്രിമിനലുകളൊക്കെ തന്നെ പിടിമുറുക്കിയതാണ് താൻ സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്നും പൊതുരംഗത്തു നിന്നുമൊക്കെ തന്നെ മാറി നിൽക്കാൻ പ്രേരിപ്പിച്ച പ്രധാന ഘടകമെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ജില്ലയിലെ പാർട്ടി സംവിധാനം ഇന്ന് അഴിമതിക്കാരുടെയും മയക്കുമരുന്ന് മാഫിയകളുടെയും ഒക്കെ തന്നെ കഞ്ചാവ് കച്ചവടക്കാരുടെയും ഒക്കെ തന്നെ താവളമായി മാറിയിരിക്കുകയാണെന്നും ആശയശുദ്ധിയുള്ള യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ വിഭാവനം ചെയ്ത പ്രസ്ഥാനമല്ല ഇന്നവിടെ നിലനിൽക്കുന്നതെന്നും ജി സുധാകരൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര തർക്കങ്ങൾ വ്യക്തിപരമായ ഭീഷണികളിലേക്ക് വഴിമാറിയ സാഹചര്യത്തിൽ CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R. നാസറിനെതിരെ കടുത്ത നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യവും സുധാകരൻ ശക്തമായിട്ട് ഉന്നയിക്കുന്നുണ്ട്. പൊതുവേദിയിലും അല്ലാതെയും തനിക്കെതിരെ വധഭീഷണിയടക്കം മുഴക്കിയ ജില്ലാ സെക്രട്ടറിയെ പോലീസ് അടിയന്തരമായിട്ട് അറസ്റ്റ് ചെയ്ത് കേസ് രജിസ്റ്റർ ചെയ്യുകയാണ് വേണ്ടതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഭാവിയിൽ തനിക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ആക്രമണങ്ങളോ അല്ലെങ്കിൽ കയ്യേറ്റങ്ങളോ ഉണ്ടായാൽ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം പരസ്യമായി ഭീഷണിപ്പെടുത്തിയ ജില്ലാ സെക്രട്ടറിക്ക് മാത്രമായിരിക്കും. ജനങ്ങളിൽ നിന്നും 100% ഒറ്റപ്പെട്ടു പോയ ഒരു നേതൃത്വമാണ് ഇപ്പോൾ ജില്ലയിലുള്ളതെന്നും സ്വന്തം പ്രസ്ഥാനത്തെ കൂടുതൽ വലിയ പതനത്തിലേക്ക് തള്ളിവിടാതെ സ്വയം തിരുത്താൻ ഇവർ തയ്യാറാകണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ജില്ലയിൽ CPMനുണ്ടായ വൻ തകർച്ച വെറുമൊരു ആരോപണമല്ലെന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ വോട്ടുകളുടെയും നഷ്ടപ്പെട്ട ഭരണസമിതികളുടെയും ഒക്കെ തന്നെ കൃത്യമായ കണക്കുകൾ നിരത്തി തനിക്കിത് സ്ഥാപിക്കാൻ കഴിയുമെന്നും മുൻമന്ത്രി കൂട്ടിച്ചേർത്തു. 9 നിയമസഭാ സീറ്റുകളിൽ ശക്തമായ സ്വാധീനമുണ്ടായിരുന്ന LDF ജില്ലയിൽ വെറും 3 സീറ്റുകളിലേക്ക് ഒതുങ്ങിയത് നേതൃത്വത്തിൻ്റെ പരാജയമാണ് വ്യക്തമാക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ട് കൈനഗിരി പഞ്ചായത്തിലെ ഭരണവും ആലപ്പുഴ നഗരസഭയിലെ സ്വാധീനവും പാർട്ടിക്കിടെ നഷ്ടപ്പെടാൻ കാരണം അത് നിലവിലെ ഭാരവാഹികളുടെ താല്പര്യക്കുറവാണ്. നഗരസഭാ അധ്യക്ഷ പദവി പോലും മുൻപ് കേട്ടുകേൾവിയില്ലാത്ത വിധം 2 പേർക്കായി പങ്കിട്ടെടുക്കുന്ന അവസ്ഥയുണ്ടായി. ഇത്തരം വൻ തിരിച്ചടികൾ വസ്തുതാപരമായിട്ട് വിലയിരുത്താനോ നഷ്ടപ്പെട്ട ജനബന്ധം വീണ്ടെടുക്കാനോ ഉള്ള ഭൗതിക ശേഷിയോ കായിക ക്ഷമതയോ നിലവിലെ ജില്ലാ നേതൃത്വത്തിന് ഇല്ലെന്നാണ് സുധാകരൻ്റെ പക്ഷം. താൻ ജനപ്രതിനിധിയായിരുന്ന കാലയളവിൽ ആലപ്പുഴയിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ജനങ്ങൾ എപ്പോഴും തനിക്ക് വോട്ട് നൽകിയിട്ടുള്ളതെന്നും ആ പിന്തുണ വ്യക്തിപരമായിട്ട് നേടിയതാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. മുൻപ് താൻ സഹായിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചവർ പിന്നീട് തനിക്കെതിരെ ആസൂത്രിതമായിട്ട് കള്ളപ്പരാതികൾ നൽകി അന്വേഷണം പ്രഖ്യാപിച്ച സാഹചര്യം സുധാകരൻ ഓർത്തെടുത്തു. തന്നെ ഒതുക്കാൻ നോക്കിയവർ പിന്നീട് ജനവിധി തേടിയപ്പോൾ 28,000-ലധികം വോട്ടുകൾക്ക് പരാജയപ്പെടേണ്ടി വന്നത് ജനങ്ങൾ ആർക്കൊപ്പമാണ് എന്നതിൻ്റെ തെളിവാണ്. നിലവിലെ ക്രിമിനൽ വൽക്കരണവും അതോടൊപ്പം തന്നെ അഴിമതിയും നിറഞ്ഞ ഇതേ ശൈലിയാണ് പാർട്ടിയുടെ മുന്നോട്ടുള്ള പോക്കെങ്കിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ജില്ലയിൽ CPMന് ഒരൊറ്റ സീറ്റ് പോലും ലഭിക്കില്ലെന്ന കടുത്ത മുന്നറിയിപ്പും സുധാകരൻ നൽകി. നേതൃത്വത്തിലേക്ക് യോഗ്യതയില്ലാത്തവർ കടന്നുകൂടിയതാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്നും മയക്കുമരുന്ന് കടത്ത് കേസുകളിലൊക്കെ പ്രതികളായ ഷാനവാസിനെ പോലെയുള്ളവരും ഹരിപ്പാട്ടെ അൻസിലിനെ പോലുള്ളവരും ഒക്കെ തന്നെ പാർട്ടിയുടെ മുഖങ്ങളായിട്ട് മാറിയത് ഖേദകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു കാലത്ത് പ്രഗത്ഭരായിട്ടുള്ള നേതാക്കൾ നയിച്ചിരുന്ന പ്രസ്ഥാനത്തിൽ ഇന്ന് ചിന്തകന്മാരോ ഗവേഷകരോ എഴുത്തുകാരോ മികച്ച പ്രസംഗകരോ ഇല്ല. ഒരു പൊതുസദസ്സിനെ അരമണിക്കൂർ പോലും തങ്ങളുടെ ആശയങ്ങൾ പറഞ്ഞ് പിടിച്ചിരുത്താൻ കേൾപ്പുള്ള ഒരൊറ്റ നേതാവ് പോലും ഇന്നത്തെ ജില്ലാ കമ്മിറ്റിയിലില്ല. രാഷ്ട്രീയമായ അന്തസ്സും അച്ചടക്കവും കാത്തു സൂക്ഷിക്കുന്നതിന് പകരമായിട്ട് വ്യക്തിപരമായ ആക്ഷേപങ്ങളിലൂടെയും ബഹളങ്ങളിലൂടെയും ശ്രദ്ധ നേടാനാണ് പുതിയ ഭാരവാഹികൾ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കടുത്ത ഭാഷയിൽ വിമർശിച്ചു. തൻ്റെ മകൻ്റെ വരുമാനത്തെയും സ്വത്തിനെയും കുറിച്ച് നിലവിലെ ചില പുതിയ MLAമാർ ഉന്നയിക്കുന്ന ആരോപണങ്ങളൊക്കെ തന്നെ തികഞ്ഞ വിവരക്കേടാണെന്ന് സുധാകരൻ പരിഹസിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലമൊക്കെ തന്നെ സമർപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാന നിയമങ്ങൾ പോലും അറിയാത്തവരാണ് ഇത്തരം അടിസ്ഥാനരഹിതമായിട്ടുള്ള വിവാദങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കുന്നത്. വിദേശത്ത് സ്വന്തം യോഗ്യതയിൽ പ്രമുഖ കമ്പനിയിൽ ഉയർന്ന ശമ്പളത്തിൽ തന്നെ ജോലി ചെയ്യുന്ന വിവാഹിതനായിട്ട് മാറി താമസിക്കുന്ന മകൻ തൻ്റെ ആശ്രിതനല്ല. സാങ്കേതികമായിട്ട് ആശ്രിതനല്ലാത്ത മകൻ്റെ വരുമാനം തൻ്റെ ഇലക്ഷൻ സത്യവാങ്മൂലത്തിൽ കാണിക്കേണ്ടതില്ലെന്ന നിയമം പോലും മനസ്സിലാക്കാതെയാണ് ഇവർ അനാവശ്യ വിവാദങ്ങളിലേക്ക് കുടുംബത്തെ വലിച്ചിഴക്കുന്നത്. യാതൊരു പഠനവും നടത്താതെയും സത്യവും നീതിയും ഉയർത്തിപ്പിടിക്കാതെയുമുള്ള ഇത്തരം വ്യക്തിഹത്യകൾക്കെതിരെയും മാധ്യമങ്ങളുടെ നിസ്സംഗതയ്ക്കെതിരെയും ജി സുധാകരൻ കടുത്ത അമർഷമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്.